നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സന്തോഷത്തിന്റെയും ശാന്തിയുടെയും തക്ബീർ ധ്വനികളുമായി വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ. കാസർഗോഡ് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഭക്തരെ ആത്മനിർവൃതിയിലാക്കി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പസേവയും. വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടന്നു. മധൂർ ഉത്സവത്തിൽ വിസ്മയം തീർത്ത് മെഗാ തിരുവാതിര. നൃത്തോത്സവം കാണുവാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. മലബാർ എക്സ്പ്രസിൽ പെൺ സുഹൃത്തിനെ മോശമായ അർത്ഥത്തിൽ നോക്കിയത് ചോദ്യം ചെയ്തതിന് യുവാവിന്റെ മുഖത്തടിക്കുകയും ട്രെയിൻ ഇറങ്ങി കല്ലെറിയുകയും ചെയ്ത സംഭവം. പ്രതി പിടിയിൽ. കാസർകോട്ടെ റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്റർ മാറ്റുന്നതിൽ വിവാദം. സെന്റർ മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ കാസർഗോഡ് നഗരസഭ രംഗത്ത്. വാർത്തകൾ വിശദമായി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും തക്ബീർ ധ്വനികളുമായി വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ. വ്രതശുദ്ധിയിലൂടെ നേടിയ ആത്മസംസ്കരണത്തിന്റെ പ്രഭയിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കാസർഗോഡ് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. KNM സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പുണ്യങ്ങൾ പൂത്തുലഞ്ഞ റമദാൻ മാസത്തിനൊടുവിൽ ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിലാണ്. ശവ്വാലിൽ പൊന്നമ്പിളി മാനത്ത് തെളിഞ്ഞതോടെ ആഘോഷ തിരക്കിലായി വിശ്വാസികൾ. പുത്തനുടുപ്പും അത്തരമണമുള്ള തൊപ്പിയുമണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒരുമിച്ചെത്തി. വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ക്ഷമയും സഹനവും, ഇഫ്താർ സംഗമങ്ങളിലൂടെ നേടിയ സാഹോദര്യത്തിൻ്റെ സന്ദേശവും നല്ല പാഠങ്ങളും വരും നാളുകളിലും കാത്തുസൂക്ഷിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഓരോരുത്തരും പെരുന്നാൾ അമ്പിളിയെ സ്വാഗതം ചെയ്തത്. നോമ്പിൽ സംഭവിച്ചു പോയ അഭാഗം തിരുത്തുവാൻ ഫിത്തർ സക്കാത്ത് എന്ന നിർബന്ധിത ദാനം അർഹരായവർക്ക് നൽകിയാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റത്. പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സ്നേഹം പങ്കിട്ടാണ് എല്ലാവരുടെയും ആഘോഷം. പള്ളികളിലെയും ഈദ്ഗാഹുകളിലെയും നമസ്കാരശേഷം ഓരോരുത്തരും കുടുംബ വീടുകളിൽ സ്നേഹ സന്ദർശനം നടത്തി. വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി കൂടിച്ചേരലിൻ്റെ സന്ദേശം പകർന്നു. ഇതര വിശ്വാസികളെയും ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച് മതസൗഹാർദ്ദം കൂടി ദൃഢമാക്കുന്നതാണ് പെരുന്നാൾ ദിനം. ആഘോഷനാളിൽ തങ്ങളെപ്പോലെ മറ്റുള്ളവരും സന്തോഷവാന്മാരായിരിക്കണമെന്ന സന്ദേശം നൽകി ഫിത്തർ സക്കാത്തും പെരുന്നാൾ ദിനത്തിൻ്റെ മഹത്വമാണ്. ഒരു മാസം നോമ്പു നോറ്റ ശേഷം പെരുന്നാൾ ദിനത്തിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആരും വയറെറിഞ്ഞ് നിൽക്കരുതെന്നാണ് ഇത് നൽകുന്ന സന്ദേശം. ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായി KNM ടൗൺ സലഫി ജുമാ മസ്ജിദിൻ്റെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ്ബ് ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഖത്തീബ് ചുഴലി അബ്ദുല്ല മൗലവി നമസ്കാരത്തിനും കുത്തുബയ്ക്കും നേതൃത്വം നൽകി. പുണ്യ റമദാനിലെ ദിനരാത്രങ്ങൾക്ക് ശേഷം വിശ്വാസിക്ക് സന്തോഷിക്കുവാനുള്ള അവസരമാണ് ഈദെന്നും കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കലാണ് ഈദിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് ഭൂമിയിൽ ഉത്തരവാദിത്വം നൽകിയത് ഇക്റാം, ആദരവിന്റെ പേരിലാണ്. ആ ആദരവ് മനുഷ്യനായി എന്നതിന്റെ പേരിലാണ്, മതക്കാരനായി എന്നതിന്റെ പേരിലല്ല. ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ അല്ലാഹു സപ്ലൈ ചെയ്യുന്നത് മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല, മനുഷ്യനെ നോക്കിയിട്ടാണ്. അവൻ ഏത് വിശ്വാസക്കാരനാണ് എന്നത് അല്ലാഹു തആലക്ക് ഈ കാര്യത്തിൽ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏത് മതത്തിൽ വിശ്വസിച്ചിട്ടാണ് നേരം വെളുപ്പിക്കുന്നത്, അവനിക്ക് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വഴി. മുസ്ലിമിന്റെ വിശപ്പ്, ഹിന്ദുവിന്റെ ദാഹം, ക്രിസ്ത്യാനിയുടെ രോഗം, അങ്ങനെ പറഞ്ഞിട്ടൊരു ദാഹമോ വിശപ്പോ ഇല്ല. മനുഷ്യന്റെ ദാഹം, മനുഷ്യന്റെ വിശപ്പ്, മനുഷ്യന്റെ ബുദ്ധിമുട്ട് അതേ ദീനുൽ ഇസ്ലാമിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയായിരുന്നു ഈദ്ഗാഹിന്റെ സവിശേഷത. ബഷീർ കൊല്ലമ്പാടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും. ഹാരിസ് ചേരൂർ, ഇബ്രാഹിം KP, ഹാഷിം കൊല്ലമ്പാടി, അബ്ദുൽ ജലീൽ AK, മുഹമ്മദ് മുസ്തഫ എന്നിവർ ഈദ്ഗാഹിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭക്തരെ ആത്മനിർവൃതിയിലാക്കി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പസേവയും. 5ാം ദിവസവും വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളാൽ സമൃദ്ധമായി ക്ഷേത്രാങ്കണം.
മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും 5-ാം ദിവസവും വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളാൽ സമൃദ്ധമായി ക്ഷേത്രാങ്കണം. രാവിലെ വൃഷഫല ശുഭമുഹൂർത്തത്തിൽ ശ്രീ ധർമ്മശാസ്താവ്, ദുർഗ, സുബ്രഹ്മണ്യ, വീരഭദ്ര പ്രതിഷ്ഠ കലശാഭിഷേകം, ഹംസരൂപി സദാശിവ, കാശി വിശ്വനാഥ സന്നിധിയിൽ കളഭാഭിഷേകം, ശ്രീരുദ്രയാഗം എന്നിവ നടന്നു. എട്ട് മണിക്ക് മഞ്ജുള ഹരിപ്രകാശും സംഘവും അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതം, കലാശ്രീ മധൂർ ശ്രീ പി ബാലസുബ്രഹ്മണ്യ അവതരിപ്പിച്ച കർണാടക ശാസ്ത്രീയ സംഗീതം എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രവേദിയിൽ അഖണ്ഡ ഭജന സങ്കീർത്തനോത്സവവും നടന്നു. വൈകിട്ട് ശ്രീധർമ്മശാസ്താവ്, ദുർഗ, സുബ്രഹ്മണ്യ, വീരഭദ്ര കലശാധിവാസം, അധിവാസ ഹോമങ്ങൾ, ദിക്പാല ഹോമങ്ങൾ, ബലിശില പ്രതിഷ്ഠ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ഉത്സവത്തിൽ വിസ്മയം തീർത്ത് മെഗാ തിരുവാതിര. 200ഓളം അങ്കനമാരാണ് തിരുവാതിരയിൽ അണിനിരന്നത്. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് ഈ നൃത്യോത്സവം കാണുവാനായി മധൂരിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പസേവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന മെഗാ തിരുവാതിര കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി. ക്ഷേത്ര മഹിളാ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മെഗാ തിരുവാതിര അവതരണം. 164ഓളം അങ്കനമാർ ചുവടുവെച്ച മെഗാ തിരുവാതിര വിസ്മയ കാഴ്ചയാണൊരുക്കിയത്. മെഗാ തിരുവാതിരയുടെ ആകാശക്കാഴ്ച വർണ്ണ ശബളിമ പകരുന്നതാണ്. ഈ ദൃശ്യങ്ങൾ മെഗാ തിരുവാതിരയുടെ എല്ലാ മനോഹാരിതയും വിളിച്ചോതുന്നു. മധൂർ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും ആകർഷകമായ പരിപാടികളിലൊന്നായി മെഗാ തിരുവാതിര മാറി. ഈ മെഗാ നൃത്തോത്സവം കാണുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരക്കണക്കിന് പേരാണ് മധൂരിൻ്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലബാർ എക്സ്പ്രസിൽ പെൺ സുഹൃത്തിനെ മോശമായ അർത്ഥത്തിൽ നോക്കിയത് ചോദ്യം ചെയ്തതിന് യുവാവിന്റെ മുഖത്തടിക്കുകയും ട്രെയിനിറങ്ങി കല്ലെറിയുകയും ചെയ്ത പ്രതി പിടിയിൽ. തെക്കിൽ മൈലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ട്രെയിൻ കാസർഗോഡ് ബേക്കലിലെത്തിയപ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. ട്രെയിനിൽ പെൺസുഹൃത്തിനെ മോശമായ അർത്ഥത്തിൽ നോക്കിയതിനെ ചോദ്യം ചെയ്ത വിരോധത്തിൽ യുവാവിൻ്റെ മുഖത്തടിക്കുകയും ട്രെയിനിറങ്ങി കല്ലേറ് നടത്തുകയും ചെയ്തയാളെ റെയിൽവേ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി. തെക്കിൽ മൈലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് പിടിയിലായത്. കാസർഗോഡ് റെയിൽവേ പോലീസ് SHO എം റജികുമാറിൻ്റെ നേതൃത്വത്തിൽ SI MV പ്രകാശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനീഷ്, സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് ജോസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിന് ശേഷം പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത് വഴി പൊയ്നാച്ചിയിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന മലബാർ എക്സ്പ്രസ് ഞായറാഴ്ച രാത്രി 7:30 ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ട്രെയിനിൽ ജനറൽ കോച്ചിലെ യാത്രക്കാരായിരുന്നു പരാതിക്കാരനായ യുവാവ് മലപ്പുറം വെളിയങ്കോട് സ്വദേശി K റിജാസും പ്രതിയായ S അനിൽകുമാറും. യാത്രക്കിടയിൽ റിജാസിന്റെ പെൺസുഹൃത്തിനെ പ്രതി മോശമായി നോക്കിയിരുന്നതായി പറയുന്നു. റിജാസ് ഇത് ചോദ്യം ചെയ്ത വിരോധത്തിൽ പരസ്പരം വാക്കേറ്റം നടന്നിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതിയും സുഹൃത്തും ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം റിജാസിന്റെ മുഖത്തടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. പിന്നീട് പരാതിക്കാരനെ ആക്രമിക്കുവാനായി ട്രെയിനിന് നേരെ കല്ലെറിയുകയും ചെയ്തു. യുവാവ് അക്രമാസക്തനാവുകയും ട്രെയിനിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പരാതി ലഭിച്ചയുടൻ റെയിൽവേ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുകയും മണിക്കൂറുകൾക്കകം പ്രതിയെ പൊക്കുകയുമായിരുന്നു.
BNS 126 സെക്ഷൻ 2, 115 സെക്ഷൻ 2 പ്രകാരവും റെയിൽവേ ആക്ട് 152 പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേഡടുക്കയിൽ ആരംഭിക്കുന്ന ഹൈടെക് ആട് ഫാമിന്റെ പേരിൽ കാസർകോട്ടെ റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്റർ മാറ്റുന്നതിൽ വിവാദം കത്തുന്നു. അണങ്കൂർ നെൽക്കളയിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്റർ ബേഡകത്തേക്ക് മാറ്റാൻ ഉത്തരവായിരിക്കുന്നതിലാണ് ആക്ഷേപം. സെന്റർ മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ കാസർഗോഡ് നഗരസഭ രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പശുക്കളുടെ വന്ധ്യതാ പരിശോധനാ ക്യാമ്പുകൾ, വിവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ നടത്തുന്നതിനായി നെൽക്കളയിൽ പ്രവർത്തിച്ചു വരുന്ന റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്ററാണ് ഉദുമ മണ്ഡലത്തിലെ ബേഡടുക്കയിലേക്ക് മാറ്റുന്നത്. സെന്റർ മാറ്റുന്നത് മൂലം മഞ്ചേശ്വരം, കാസർഗോഡ്, കാറടുക്ക ബ്ലോക്കുകളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള മൃഗസംരക്ഷണ വിഭാഗത്തിലെ ആശുപത്രികൾക്കും വെറ്റിനറി ഡിസ്പെൻസറികൾക്കും ഉപകേന്ദ്രങ്ങൾക്കും കനത്ത തിരിച്ചടിയാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ, 2 ഫീൽഡ് ഓഫീസർമാർ ഉൾപ്പെടെ 3 ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരും 1 ഓഫീസ് ക്ലർക്കും 1 ടൈപ്പിസ്റ്റും 1 അറ്റൻഡർ, 1 ഡ്രൈവർ, പാർട്ട് ടൈം സ്വീപ്പറുമാണ് ഇവിടെ നിലവിലുള്ളത്. ബേഡടുക്കയിൽ പുതുതായി ആരംഭിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈടെക് ആട് ഫാമിന്റെ ഓഫീസിലേക്കാണ് തസ്തികകൾ മാറ്റുന്നത്. സെന്റർ മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ കാസർഗോഡ് നഗരസഭ രംഗത്തെത്തിയിട്ടുണ്ട്. യാതൊരുവിധ മുന്നറിയിപ്പോ ജനപ്രതിനിധികളുമായി ആലോചനയോ നടത്താതെയാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും കേന്ദ്രം മാറ്റുന്നതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് സർക്കാർ അടിയന്തരമായി ഈ തീരുമാനം റദ്ദാക്കണമെന്നും ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. കാസർഗോഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് നഗരസഭയാണ്, കാസർഗോഡ് ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു സ്ഥാപനം മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല, ബന്ധപ്പെട്ട ലോക്കൽ ബോഡിയോട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് ഒരു ആവശ്യമില്ലേ? ആ ആവശ്യം പോലും നടത്താതെ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടിരിക്കുകയാണ്. അത് ഏതായാലും അത് ശരിയായ രീതിയല്ല. അതിൽ നിന്ന് മാറണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സാധാരണ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടത്. അവിടെ നിന്ന് മാറ്റിയത് വേറെ മണ്ഡലത്തിലേക്ക് പോകാമെന്ന് കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിൻ്റെ ഒരു ചർച്ച വേണ്ടേ? ചർച്ചയില്ലാതെ ഡയറക്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണത്. അത് ജനങ്ങളോടൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ആ വെല്ലുവിളിക്ക് കാസർഗോഡ് നഗരസഭ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. സെന്റർ മാറ്റുവാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് വി രമേശും ആവശ്യപ്പെട്ടു. ആനിമൽ ബർത്ത് കൺട്രോൾ അടക്കമുള്ള പദ്ധതികൾ ഈ ആശുപത്രിക്ക് കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ നിരവധി കർഷക ക്ഷേമകരമായ പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. ആരുടെയൊക്കെയോ സ്ഥാപിത താല്പര്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടാണ് ഇത് ഇവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. കർഷകരെ ദ്രോഹിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലയിൽ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഇതിവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള കാര്യം അധികൃതരെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ആട് ഫാമിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുന്ന പ്രക്രിയ മാത്രമാണിതെന്നും വെറ്റിനറി ആശുപത്രിയല്ല മാറ്റുന്നതെന്നുമാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം. എന്തായാലും സംഭവം വലിയ വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യുവ സംരംഭകർക്ക് ആവേശം പകർന്ന് ഡിവൈഎഫ്ഐ ജില്ലാ യൂത്ത് പ്രൊഫഷണൽ മീറ്റ്. കാഞ്ഞങ്ങാട്ട് നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ അനുഭവ സമ്പന്നരായ പ്രൊഫഷണലുകൾ പങ്കെടുത്തു. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ യങ് പ്രൊഫഷണൽ മീറ്റിൽ അനുഭവ സമ്പന്നരായ പ്രൊഫഷണലുകളുടെ സഹകരണവും ആസൂത്രിതമായ വിഭവ സമാഹരണവും ഉറപ്പാക്കി മുന്നോട്ടു പോകുന്നതിനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യപ്പെട്ടു. ആശയവിനിമയം, സംവാദം, സംരംഭകത്വം, പരിശീലനം, പരാതി പരിഹാരം, സാമൂഹിക സേവനം തുടങ്ങിയവ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ശക്തമായി മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ച് പ്രതിനിധികൾ പ്രതീക്ഷകൾ പങ്കുവച്ചു. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലവും കാലാവസ്ഥയും സെഷനിൽ രാജീവൻ എരിക്കുളം സംസാരിച്ചു. ലിഖിൽ സുകുമാരൻ മോഡറേറ്ററായി. സാങ്കേതികവിദ്യ, തൊഴിൽ, യുവത സെഷനിൽ ദീപക് പച്ച സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം നടന്നു. കാസർഗോഡ് ചിന്മയ ജന്മശതാബ്ദി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചിന്മയ മിഷൻ കേരള ഹെഡ് വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു.
ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം കാസർഗോഡ് ചിന്മയ ജന്മശതാബ്ദി ഓഡിറ്റോറിയത്തിൽ ചിന്മയ മിഷൻ കേരള ഹെഡ് വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. എല്ലാ മതവും ഒരുപക്ഷെ മനുഷ്യന്റെ നന്മയായിരിക്കും ലക്ഷ്യീകരിക്കുന്നതെങ്കിലും ഹിന്ദുമതത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഹിന്ദുധർമ്മത്തിന് അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് ഒരു വ്യത്യാസമുണ്ട്. അത് സത്യത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പം മറ്റു മതങ്ങളുടെ സത്യത്തിൽ അധിഷ്ഠിതമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണെന്ന് പറയാൻ പറ്റും. ഭക്തത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം അധ്യക്ഷത വഹിച്ചു. ജി നന്ദകുമാർ, ശ്രീധരൻ പുതുമന എന്നിവർ സംബന്ധിച്ചു. അഖില ഭാരതീയ സംയോജകൻ പ്രജ്ഞാപ്രവാഹ് ജെ നന്ദകുമാർ കേരള സാംസ്കാരിക അസ്തിത്വത്തിന്റെ പുനർനിർമ്മാണം സനാതനധർമ്മത്തിലൂടെ എന്ന വിഷയത്തിൽ സംസാരിച്ചു. കേരളത്തിലെന്നല്ല ഭാരതത്തിൽ മുഴുവനുള്ള ഹിന്ദുക്കൾക്കുമായി അദ്ദേഹം സമർപ്പിച്ച ആധുനിക കാല സ്മൃതി ശ്രീനാരായണ സ്മൃതി നമ്മൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. ഗുരുനാരായണ പ്രസാദിയൊക്കെ പറയുന്നത് മനുവിനും യാജ്ഞവൽക്യനും ദേവനും ഒക്കെ ശേഷം ഒരു വലിയ വിടവുണ്ടായിരുന്നു സനാതനധർമ്മത്തിൽ, ഭാരതീയ ധർമ്മത്തിൽ ഒരു സ്മൃതിയുടെ കുറവുണ്ടായിരുന്നു. സ്മൃതി കാലാകാലങ്ങളുടെ ആവശ്യമനുസരിച്ച് വരുന്നതാണ്. മനുവിന്റെ സ്മൃതി ആ കാലത്ത് ഉപയോഗപ്രദമായിരുന്നിരിക്കാം, അങ്ങനെ എഴുതപ്പെട്ടതാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ യാജ്ഞവൽക്യന്റെ സ്മൃതി വന്നു. പിന്നീട് ആധുനിക കാലത്ത് ദേവന്റെ സ്മൃതി വന്നു. ആ ദേവന സ്മൃതി അനുസരിച്ചാണ് മതം മാറിപ്പോയ ആൾക്കാരെ പരാവർത്തനം ചെയ്യുന്നതിനുള്ള വിധിയെല്ലാം ഉണ്ടായത് ആ സ്മൃതിയിലാണ്. ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KI ശിവപ്രസാദ് സ്വാഗതവും കാര്യാധ്യക്ഷൻ P നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കയ്യൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പഠനോത്സവം വിപുലമായി ആഘോഷിച്ചു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിലെ പ്രദർശനങ്ങൾ ശ്രദ്ധേയമായി. SMC ചെയർമാൻ K രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. GVHSS കയ്യൂർ സ്കൂൾ തല പഠനോത്സവം വിപുലമായി ആഘോഷിച്ചു. കുട്ടികളുടെ പാഠ്യ പഠനാനുബന്ധ മേഖലകളിലെ കഴിവുകളുടെ നേർസാക്ഷ്യമായിരുന്നു പഠനോത്സവത്തിലെ ഓരോ അവതരണവും. ശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ മേഖലകളിലെ മികവാർന്ന ഇനങ്ങളും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. SMC ചെയർമാൻ K രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റും വാർഡ് മെമ്പറുമായ M പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. VHSC വിഭാഗം പ്രിൻസിപ്പാൾ മിനിമോൾ MP, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് വിജയൻ K, MPTA പ്രസിഡന്റ് ലേഖ AK, ഷാജി KP, പ്രണാബ് കുമാർ V എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ പ്രമോദ് ആലപ്പടമ്പൻ സ്വാഗതവും SRG കൺവീനർ സുജാത KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. IMCC ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും INL കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് സിറ്റി ടവറിൽ ഇഫ്താർ സംഗമം നടത്തി. INL അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് KS ഫക്രുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. IMCC ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും INL കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് സിറ്റി ടവറിൽ ഇഫ്താർ സംഗമം നടത്തി. INL അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് KS ഫക്രുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. INL കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, DCC ജനറൽ സെക്രട്ടറി കുഞ്ഞമ്പു നമ്പ്യാർ, INL ജില്ലാ പ്രസിഡന്റ് M ഹമീദ് ഹാജി, LDF മണ്ഡലം കൺവീനർ അനന്തൻ നമ്പ്യാർ, CPM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ, ഏരിയ സെക്രട്ടറി TMA കരീം, JDS ജില്ലാ പ്രസിഡന്റ് PP രാജു, NLU സംസ്ഥാന ജനറൽ സെക്രട്ടറി CMA ജലീൽ, NYL സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം ബെണ്ടിച്ചാൽ, നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന ട്രഷറർ NM അബ്ദുല്ല എന്നിവർ സംസാരിച്ചു. SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി, വിസ്റ്റം യൂത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് മദനി, SDPI ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ അറഫാത്ത്, മുനിസിപ്പൽ കൗൺസിലർ സൈനുദ്ദീൻ തുരുത്തി, സിദ്ദിഖ് ചേരങ്കൈ, സ്കാനിയ ബെദിര, ഷാഫി തെരുവത്ത്, INL നേതാക്കളായ ഹനീഫ ഹാജി, മുസ്തഫ തോരവളപ്പ്, ഖലീൽ എരിയാൽ, അമ്മി ആദൂർ, ഹനീഫ് കടപ്പുറം, കുഞ്ഞാമു നെല്ലിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം സ്വാഗതവും സെക്രട്ടറി ഷാഫി സന്തോഷ് നഗർ നന്ദിയും പറഞ്ഞു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മത നേതാക്കളും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
തൃക്കരിപ്പൂരിൽ വിവിധ പള്ളികളിലും ഈദ്ഗാഹിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വ്രതവിശുദ്ധിയിലൂടെ നേടിയ ആത്മചൈതന്യത്തിൽ വിശ്വാസികൾ ഈ ദിനത്തെ നന്മയുടെയും സ്നേഹത്തിന്റെയും ഉത്സവമാക്കി മാറ്റുകയാണ്. ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചും നേടിയെടുത്ത ആത്മചൈതന്യത്തിലാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഓരോ ഇടങ്ങളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനകളിലും പള്ളികളിൽ നിരവധി പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ചൊവ്വേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖതീബ് വാജിദ് ഹനീഫി നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിനും പ്രത്യേക പ്രാർത്ഥനയ്ക്കും പള്ളി ഖതീബ് ചുഴലി മുഹിയുദ്ദീൻ മൗലവി നേതൃത്വം നൽകി. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പടന്നക്കാട്ട് മേൽപ്പാലത്തിലുണ്ടായ വാഹനാപകടത്തിൽ സിവിൽ പോലീസ് ഓഫീസർ മരണപ്പെട്ട സംഭവം നാടിന്റെ വേദനയായി. ഹൊസ്തൂർ പോലീസ് സ്റ്റേഷനിലെ CPO കരിവള്ളൂർ സ്വദേശി വിനീഷാണ് മരിച്ചത്. ഇദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറിൽ ടാങ്കർ ലോറി ഇടിച്ചായിരുന്നു അപകടമുണ്ടായത്. പടന്നക്കാട് റെയിൽവേ മേൽപ്പാലത്തിലെ അപകടക്കിണിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഞായറാഴ്ച രാവിലെ ടാങ്കർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ഹൊസ്തൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ കരിവള്ളൂർ സ്വദേശി വിനീഷാണ് മരിച്ചത്. ജോലിക്ക് ഹൊസ്തൂറിലേക്ക് പോവുകയായിരുന്നു വിനീഷ്. നീലേശ്വരം ഭാഗത്തു നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് അമിത വേഗതയിൽ വരികയായിരുന്ന KA 700008 നമ്പർ ടാങ്കർ ലോറി അതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന വിനീഷിന്റെ KL 59 G 594 എന്ന ബൈക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനീഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായ വിയോഗം പോലീസുകാരെ വേദനയിലാഴ്ത്തി. നാളുകളേറെയായി പടന്നക്കാട് മേൽപ്പാലം അപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ചെറുതും വലുതുമായി നിരവധി അപകടങ്ങളാണ് ഇവിടെയുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത സഹനത്തിന്റെയും ആത്മസംസ്കരണത്തിന്റെയും നിറവിൽ വിശ്വാസികൾക്ക് ഇന്ന് സന്തോഷ പെരുന്നാൾ. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പള്ളികളിൽ ഇന്ന് ഈദുൽ ഫിത്തർ വിപുലമായി ആഘോഷിച്ചു. തുമിനാട്, കുഞ്ചത്തൂർ, ഉദ്യാവരം, മഞ്ചേശ്വരം, ഉപ്പള എന്നിവിടങ്ങളിലെ വിവിധ പള്ളികളിൽ പ്രത്യേക പെരുന്നാൾ പ്രാർത്ഥനകൾ നടന്നു. അർഹരായവർക്ക് ഫിത്തർ സക്കാത്ത് നൽകിയ ശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് വിശ്വാസികൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു. ചില പള്ളികളിൽ സ്ത്രീകൾക്ക് ഈദ് നമസ്കാരം നിർവഹിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം അവർ പെരുന്നാൾ ആശംസകൾ കൈമാറി. കുഞ്ചത്തൂർ മസ്ജിദ് നൂർ പള്ളിയിൽ ഉസ്താദ് സമീർ അൻസാരി നമസ്കാരത്തിന് നേതൃത്വം നൽകിയപ്പോൾ ദാറുസലാം സലഫി പള്ളി ഈദ്ഗാഹിൽ മുഹമ്മദ് അലി സലഫി നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഉദ്യാവരം 1000 ജമാഅത്ത്, ഈദ്ഗാ കടമ്പാർ, പൊസോട്ട് ജുമാ മസ്ജിദ്, തുമിനാട് അൽഫത്ത ജുമാ മസ്ജിദ് എന്നീ പള്ളികളിലും ഈദ് നമസ്കാരങ്ങളും ഖുത്തുബകളും നടന്നു. ഇമാമുമാർ അവരുടെ ഈദ് സന്ദേശങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു. എല്ലാവരും സഹോദരീ സഹോദരന്മാരായി ജീവിക്കാനും സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരു സൗഹൃദ സന്ദേശവും നൽകി. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ സന്തോഷം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ സന്തോഷമാണ് അതിപ്രധാനമായ സന്തോഷം. അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം, അതാണ് അതിപ്രധാനമായ സന്തോഷം. ഈ സന്തോഷം നേടിയെടുക്കാൻ കഴിയുന്നവർ മാത്രമാണ് വിജയികൾ. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സന്തോഷത്തിന്റെയും ശാന്തിയുടെയും തക്ബീർ ധ്വനികളുമായി വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ. കാസർഗോഡ് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഭക്തരെ ആത്മനിർവൃതിയിലാക്കി മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പസേവയും. വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടന്നു. മധൂർ ഉത്സവത്തിൽ വിസ്മയം തീർത്ത് മെഗാ തിരുവാതിര. നൃത്തോത്സവം കാണുവാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. മലബാർ എക്സ്പ്രസിൽ പെൺ സുഹൃത്തിനെ മോശമായ അർത്ഥത്തിൽ നോക്കിയത് ചോദ്യം ചെയ്തതിന് യുവാവിന്റെ മുഖത്തടിക്കുകയും ട്രെയിൻ ഇറങ്ങി കല്ലെറിയുകയും ചെയ്ത സംഭവം. പ്രതി പിടിയിൽ. കാസർകോട്ടെ റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്റർ മാറ്റുന്നതിൽ വിവാദം. സെന്റർ മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ കാസർഗോഡ് നഗരസഭ രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.